നാടകം തുടങ്ങുന്നതിന് മുൻപ് മഹാനായ മന്നത്ത് ആചാര്യന്റെ കലയുമായി ബന്ധപ്പെട്ടതും എന്നാൽ അധികം ആരാലും അറിയപ്പെടാത്തതുമായ ചില കാര്യങ്ങൾ പറയേണ്ടത് അനിവാര്യമാണ്. അദ്ദേഹത്തിന്റെ 148ാം ജന്മവാർഷിക ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് അധികം ആരും കേട്ടിട്ടില്ലാത്ത ചില കഴിവുകളെ കുറിച്ച് പരാമർശിക്കാതെ ഈ നാടകം അപ്രസക്തമാണ്. പ്രൊഫസർ ശ്രീ ഗീതാലയം ഗീതാകൃഷ്ണൻ എഴുതിയ മഹാനായ മന്നത്ത് പത്മനാഭൻ എന്ന പുസ്തകത്തിൽ മന്നത്ത് ആചാര്യനെ കുറിച്ച് ഉദ്ധരിച്ച ചില കാര്യങ്ങൾ എല്ലാവരുടെയും അറിവിലേക്കായി നിങ്ങളുടെ മുൻപിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സമുദായ പ്രവർത്തകൻ എന്ന നിലയിൽ ജീവിതം അർപ്പിക്കാതെ മന്നത്ത് ആചാര്യൻ കലാരംഗത്തേക്ക് കടന്നു വരുന്നുവെങ്കിൽ പണ്ട് ജീവിച്ചിരുന്ന പല അഭിനയ ചക്രവർത്തിമാരെയും പോലെ അദ്ദേഹത്തിന്റെ പേരും ആ പട്ടികയിൽ ഉൾപ്പെടുമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം അഭിനയ ജീവിതത്തിലേക്ക് കടന്നിരുന്നു. പ്രസിദ്ധനായ തിരുവട്ടൂർ നാരായണപിള്ളയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ശാകുന്തളം എന്ന നാടകത്തിൽ മികവുറ്റ അഭിനയം കാഴ്ചവെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം തുടങ്ങിയത്. പിന്നീട് ഭാരത സാമ്രാജ്യ ചക്രവർത്തിയായിരുന്ന സർവമതന്റെ വേഷത്തിൽ അതിൽ കുട്ടിയായിരുന്നു മന്നം. ശിശുവായ ഭാരതകുമാരൻ 7ാം അംഗത്തിൽ താമസ കന്യകളുടെ അടുത്തുനിന്നും ഒളിച്ചു ചാടി ഒരു സിംഹക്കുട്ടിയെ കൈക്കലാക്കി അതിന്റെ വാ പൊളിച്ച് പല്ല് എണ്ണുന്ന അതിസാഹസികനായ ഒരു ബാലന്റെ വേഷം അതിഗംഭീരമായി അവതരിപ്പിച്ച് പല ഉന്നത കലാസ്നേഹികളുടെയും പ്രശംസ അദ്ദേഹം പിടിച്ചുപറ്റിയിരുന്നു. പിന്നീട് ഒരു കോണകം മാത്രം ഉടുത്തുകൊണ്ട് കുചേലവൃത്തം എന്ന നാടകത്തിൽ കുഴിഞ്ഞ കണ്ണും ഒട്ടിയ കവിളും ഉണ്ണിക്കുഴവയറും ഒക്കെയായി ഒരു ബ്രാഹ്മണ ബാലൻ. ഉത്തരരാമചിത്രത്തിൽ ലവൻ യുവാവായിരിക്കുമ്പോൾ പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ എന്ന നാടകത്തിൽ സുന്ദരയ്യൻ എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹം അരങ്ങിൽ ജീവിച്ചു കാണിക്കുകയായിരുന്നുവെന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ നാടകം കണ്ടവരാരും ഒരിക്കലും മറക്കുകയില്ല. എന്നാൽ അതോടുകൂടി മന്നം നാടകരംഗത്തു നിന്നും വിട പറയുകയായിരുന്നു. പിന്നീട് സമാജത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ഉണ്ടാക്കിയ പല നാടകങ്ങളിലും അദ്ദേഹം അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. മഹാനായ അഭിനേതാവായ മന്നത്ത് ആചാര്യന്റെ കാൽക്കൽ ഒരു പുഷ്പാഞ്ജലിയായി ഞങ്ങൾ ഈ കൊച്ചു നാടകം സമർപ്പിച്ചുകൊള്ളുന്നു. മന്നത്ത് ആചാര്യന്റെ ജീവിതത്തിലെ ചില സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഈ ലഘുനാടകം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. നാടക അവതരണത്തിന്റെ അനിവാര്യത്തിനായി ഈ നാടകത്തിലെ പല കഥാപാത്രങ്ങളും സാങ്കല്പികമാണ്. മാത്രമല്ല, ഈ നാടകത്തിലെ സംഭാഷണങ്ങൾ മന്നത്ത് ആചാര്യന്റെ ജീവിതത്തിൽ ഉണ്ടായ പല സംഭവങ്ങളുടെയും ആസ്പദത്തിൽ സാഹചര്യാനുസൃതമായി അദ്ദേഹം പറഞ്ഞിരിക്കാൻ ഇടയുണ്ട് എന്ന സങ്കല്പത്തിൽ എഴുതപ്പെട്ടവയാണ്. ഈ നാടകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന സംഭവങ്ങൾ പല പുസ്തകത്തിൽ നിന്നും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടവയാണ്. ഈ ലഘുനാടകം ഒരു തികച്ചും ഭാവനാ സൃഷ്ടി എന്ന നിലയ്ക്ക് സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. വന്ദേ ശ്രീധര തൃപ്പെരുന്നയമരും ശ്രീ പത്മനാഭ പ്രഭോ. വന്ദേ ശ്രീധരി പാർവതി പ്രിയസുതം ആചാര്യത്തെ മംഗളം. വന്ദേ ഭാരത കേസരീന്ദ്ര സുമതേ കാരുണ്യവാരാനിധേ. വന്ദേ ഹൃത്തട പത്മമധ്യ സുലസൽ ആചാര്യ തുഭ്യം നമഃ.
അല്ല ഓപ്പേ, ആകെ നാണക്കേടായി. പുറമെ ഇറങ്ങി നടക്കാൻ മേല. ആളുകൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഓപ്പയ്ക്ക് വല്ല അറിവുമുണ്ടോ? എന്താ പരമുള്ളേ, രാവിലെ തന്നെ നല്ല ചൂടിലാണല്ലോ, എന്തു പറ്റി? ഈ കൊച്ചു പപ്പുവിന് ഇതിന്റെയൊക്കെ വല്ല കാര്യവും ഉണ്ടായിരുന്നോ? ചെറുപ്പത്തിലോ കഷ്ടപ്പെട്ട് വളർന്നതാണ്. പഠിച്ച് നല്ല വക്കീലുദ്യോഗവും കിട്ടി. അത് നാട്ടുകാർക്ക് വേണ്ടി വലിച്ചെറിയേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ? അതൊക്കെ പപ്പു കൊച്ചു നോക്കിക്കോളും. പരമപിള്ളയല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. കാര്യസ്ഥന്റെ കാര്യം നോക്കിയാൽ മതി. ഓ, ഒരു കെട്ടിലമ്മ വന്നിരിക്കുന്നു. വേലക്കാരിക്ക് കുടുംബകാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യം എന്താണ്? ഒന്നൊന്നര മുഴമാണ് നാക്ക്. ഇനി നിങ്ങൾ ഇതിന്റെ പേരിൽ കടിപിടി ഒന്നും കൂടണ്ട. എന്റെ കൊച്ചു പപ്പു നല്ല ബുദ്ധിയുള്ള കുട്ടിയാ. ചെറുപ്പം മുതൽക്ക് തന്നെ അവൻ കഷ്ടങ്ങളും കഷ്ടപ്പെടുന്നവരെയും കണ്ടു വളർന്നവനാ. കുട്ടിക്കാലത്ത് തന്നെ സമൂഹത്തിലെ അനാചാരങ്ങളോടൊക്കെ വലിയ വെറുപ്പായിരുന്നു. അവന്റെ മനസ്സിന്റെ നീറ്റൽ എനിക്കല്ലാതെ ആർക്കും അറിയില്ല. അതൊക്കെ ശരി തന്നെ. പക്ഷെ നാട്ടുനടപ്പ് എന്ന ഒന്നില്ലേ? നമുക്കത് മറക്കാൻ പറ്റുമോ? കണ്ട അയിത്തജാതിക്കാരുടെ തോളിൽ കൈയിട്ട് നടക്കുക എന്നൊക്കെ വെച്ചാൽ എത്ര നാണക്കേടാണ്. നാട്ടുനടപ്പൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയതല്ലേ പരമുള്ള ചേട്ടാ? മനുഷ്യന്മാർക്കും മനുഷ്യത്വത്തിനും നിരക്കാത്ത ഒരു നാട്ടുനടപ്പും നമുക്ക് വേണ്ട ചേട്ടാ. ഇതങ്ങനെ സഹിക്കാനുള്ള ഒന്നല്ല. ആരെങ്കിലുമൊക്കെ ഒരു എതിര് പറയണ്ടേ? ആ, അത് വേണം, തീർച്ചയായും വേണം. ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വന്നില്ലെങ്കിൽ എത്ര കാലം നമ്മൾ ഇതൊക്കെ സഹിക്കും? ഞാനും ഓപ്പയോട് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഉണ്ണിക്കെങ്കിലും തോന്നിയല്ലോ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണമെന്ന്. ഉണ്ണി ധൈര്യമായിട്ട് മുമ്പോട്ട് പോകണം. ഞാൻ എന്നും ഉണ്ണിയുടെ പിന്നിൽ തന്നെയുണ്ട്. ആ, അമ്മ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. മാത്രമല്ല അടുക്കളയിൽ നിന്ന് നല്ല മണവും വരുന്നുണ്ടല്ലോ. അപ്പൊ ഓപ്പ ഇന്നലെ വരെ സുന്ദരി ആയിരുന്നില്ലേ? ഉണ്ണി, വേണ്ട കേട്ടോ. എന്തോ ഒരു കാര്യം സാധിക്കാനുണ്ടല്ലോ. പെട്ടെന്ന് അമ്മയോട് ഒരു സ്നേഹ കൂടുതൽ. എന്താ കാര്യം? അപ്പൊ എനിക്ക് അമ്മയോട് സ്നേഹമില്ലെന്നാണോ അമ്മയുടെ വിചാരം? പിന്നെ ഒരു സമ്മേളനം എന്നും പറഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാ ഉണ്ണി വീട്ടിലേക്ക് വന്നത്? ഒരു കുറിപ്പുമില്ല, വിവരമില്ല. ലോകം മുഴുവൻ ശത്രുക്കളാണ്. ഞാൻ എത്ര തീ തിന്നു എന്ന വല്ല വിചാരം ഉണ്ണിക്കുണ്ടോ? എന്റെ അമ്മേ, എന്തൊക്കെ അനാചാരങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ല ഇവിടുത്തെ മേലാളന്മാർക്ക്. പല പല പ്രശ്നങ്ങളല്ലേ. അതിനിടയിൽ സമയം കിട്ടാത്തോണ്ടാണ്. അല്ലാതെ എന്റെ അമ്മയെ മറക്കാൻ എനിക്ക് കഴിയോ? എന്റെ ലോകം എന്ന് പറയുന്നത് തന്നെ എന്റെ അമ്മയല്ലേ? ആ, മനസ്സിലായി മനസ്സിലായി. ആട്ടെ, ഇപ്പൊ എന്താണ് ആവശ്യം? അത് അമ്മേ, എന്നെ കാണാൻ കുറച്ചു പേർ വന്നിട്ടുണ്ട്. അവർക്ക് ഭക്ഷണം വേണം. ഉണ്ടാവുമോ? ഇത്രയേ ഉള്ളൂ? അതൊക്കെ ഞാൻ അമ്മണിയമ്മയോട് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കഞ്ഞിക്കാലായിട്ടുമുണ്ട്. ഉണ്ണി ധൈര്യമായിട്ട് അവരെ വിളിച്ചു. ഇനി എന്താ ഉണ്ണി, അവരെ വിളിച്ചോളൂ. അതല്ല അമ്മേ. എന്താ ഉണ്ണി, പറയൂ. അമ്മേ, അത് ഗാന്ധിജി പറഞ്ഞത് അമ്മ കേട്ടിട്ടില്ലേ? നമ്മൾ ആരോടെങ്കിലും ഒരു ശീലം ഉപേക്ഷിക്കാൻ പറയുമ്പോ നമുക്ക് ആ ശീലമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് ഉപേക്ഷിക്കേണ്ടതാണ്. ഉണ്ണി, ഞങ്ങൾക്ക് നിന്റെ അത്രയും ബുദ്ധി ഒന്നുമില്ല. ഉണ്ണിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തെളിച്ചു പറയൂ. അല്ലാതെ എങ്ങനെയാ ഞങ്ങൾക്ക് മനസ്സിലാവുക? അമ്മേ, ഇന്ന് എന്നെ കാണാൻ വന്ന 3 പേരിൽ ഒരാൾ ഒരു പുലയനാണ്. അയാളെ കൂടി ഇങ്ങോട്ട് വിളിക്കാൻ അമ്മ എന്നെ അനുവദിക്കണം. എന്റെ ഭഗവതി, എന്താ ഉണ്ണി ഇത്?
നാട്ടിൽ നടക്കുന്നതൊക്കെ നമ്മുടെ വീട്ടിൽ വേണോ? നാളെ ഞാൻ മരിച്ചാൽ ഈ വീട്ടിലേക്ക് എന്റെ ശവസംസ്കാരത്തിന് പോലും ആരും വരില്ല. ഇത്രയ്ക്കും വേണോ? എനിക്ക് വിശ്വാസമുണ്ട് അമ്മേ. എത്രയും കുറഞ്ഞ കാലം കൊണ്ട് നമ്മൾ ഈ അനാചാരങ്ങളെല്ലാം പൊളിച്ചെഴുതും. ജാതി ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു കാലം വിദൂരമല്ല അമ്മേ. ഒരിക്കൽ ഒരാൾ ഒരടി മുന്നോട്ട് വെച്ചാൽ മതി, ബാക്കിയുള്ളവർ താനെ പിന്നിൽ വരും. ആ ആദ്യ ചുവട് മന്നത്ത് തറവാട്ടിന്റെ അടുക്കളയിൽ നിന്ന് തന്നെ ആവട്ടെ. ഐത്തോച്ചാടനത്തിന്റെ ആദ്യത്തെ ചുവട് മലീമസമായ ഈ സമൂഹത്തിന്റെ മുഖമടച്ചുള്ള ആദ്യത്തെ അടി എന്റെ പ്രിയപ്പെട്ട അമ്മയുടെ കൈകൊണ്ട് തന്നെ ആവട്ടെ. എല്ലാം ഉണ്ണിയുടെ ഇഷ്ടം. എല്ലാവരെയും വിളിച്ചോളൂ. പിള്ളയും കൈ കഴുകി ഇരുന്നോളൂ. പിള്ളയും ഈ നവോത്ഥാന ഉദ്യമത്തിന്റെ ഒരു ഭാഗമാകട്ടെ. അത് എനിക്ക് തീരെ വിശപ്പില്ല ഓപ്പേ. ഞാൻ ഇറങ്ങിയാണ്. നല്ല വിശപ്പുണ്ട്. കഴിച്ചാലോ? ഓ, അല്ലെങ്കിൽ വേണ്ട. കണ്ട ഇത്ത ജാതിക്കാരന്റെ കൂടെ കഞ്ഞി കുടിക്കാൻ എന്റെ പട്ടി വരും. അമ്മേ, അമ്മണിയമ്മേ വിളിക്ക, ഈ പാത്രം ഒന്ന് എടുപ്പിക്കാൻ. അയ്യോ വേണ്ട തമ്പ്ര, നിങ്ങൾ എന്നോട് കാണിച്ച ഈ സ്നേഹം മരിക്കുവോളം എൻ്റെ ഓർമ്മയിലുണ്ടാവും. ഇതിൽ കൂടുതൽ എന്നെ സഹിക്കാൻ പറ്റില്ല. എൻ്റെ പാത്രം ഞാൻ തന്നെ എടുത്തോളാം. തമ്പ്രാനെയും അമ്മയെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടർക്ക് വേണ്ടിയുള്ള തമ്പ്രാന്റെ കഷ്ടപ്പാട് ഈശ്വരൻ കാണാതിരിക്കില്ല. സാരമില്ല കിട്ടു. അങ്ങനെയെങ്കിലും ഞങ്ങളുടെ പൂർവികർ നിങ്ങളോട് ചെയ്ത പ്രവർത്തികൾക്ക് ഒരു പ്രായശ്ചിത്തമാവട്ടെ. കണ്ട കീഴ്ജാതിക്കാരന്റെ എച്ചിലെടുക്കേണ്ട ഗതികളൊന്നും എനിക്ക് വന്നിട്ടില്ല. സാരമില്ല, ഞാൻ എടുത്തോളാം. അമ്മേ, എന്താ ഉണ്ണി? ഒരാഴ്ചയായി കുളിച്ചിട്ട് ഇന്നാണ് ഒരു ആശ്വാസം കിട്ടിയത്. ഇവിടെ ഇങ്ങനൊരു കുളമുള്ള കാര്യം മറ്റേ സഞ്ചാരികൾ അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അതോ എല്ലാവരും നേരത്തെ കുളിച്ചു പോയോ ആവോ? നിന്റെ ഉറക്കം തന്നെ ഇല്ലയോ എല്ലാത്തിനും കാരണം? ഈ സത്യാഗ്രഹവും അടിപിടിയും ഒക്കെ എന്ന് തീരുമോ ആവോ? നമ്മുടെ അവകാശങ്ങൾ നേടും വരെ. ആ നായന്മാരുടെ നേതാവ് മന്നത്ത് പത്മനാഭനും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഇവിടെ എണ്ണത്തെ കൂടുതലുള്ള അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊക്കെ തീരാൻ അധിക സമയം വേണ്ട. ഇപ്പോൾ നായന്മാർക്ക് നമ്മളോടൊക്കെ ഒരു സഹാനുഭൂതി തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് വേഗം വാ, ഇനി ആരെങ്കിലും കണ്ട് പുകിലാതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടാം. അയ്യോ ഓടിക്കോ തമ്പ്രാൻ വരുന്നേ, ഓടിക്കോ തമ്പ്രാൻ വരുന്നേ. നിൽക്കടാ അവിടെ. നീയൊക്കെ ഏതാടാ? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ നിന്നെയൊക്കെ. ഞങ്ങൾ കുറച്ച് ദൂരത്തുള്ളതാണ് ചമ്പ്ര. ഇവിടെ വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി വന്നതാണ് ചമ്പ്ര. ആ, അപ്പൊ സമരക്കാരാണല്ലേ? അതിരിക്കട്ടെ. എന്താ നിന്റെയൊക്കെ ജാതി? കുളം കണ്ടപ്പോ ഒന്ന് കുളിച്ചു പോയതാണ് ചമ്പ്ര, മാപ്പാക്കണം. ആ, എന്താടാ നിന്റെ ഒന്നും വായിൽ നാവില്ലേ? ഏത് ജാതിക്കാരാണെന്നാണ് ചോദിച്ചത്? മാപ്പാക്കണം തമ്പ്ര, ചൂട് സഹിക്ക വയ്യാത്തൊന്ന് കുളിച്ചതാണ് തമ്പ്ര. നിന്നോട് നിന്റെ ജാതി പറയാനാണ് പറഞ്ഞത്. ഉരുണ്ട് കളിക്കുന്ന നായെ. അയ്യോ തമ്പ്ര, മാപ്പാക്കണം. ഞങ്ങൾ ഐത്തജാതിക്കാരാണ്. ഞങ്ങൾ കുളത്തിൽ ഇറങ്ങിയിട്ടില്ല. കുറച്ച് വെള്ളം കോരി ഒഴിച്ചു എന്ന് മാത്രം. ചൂട് സഹിക്ക വയ്യാത്ത കൊണ്ടാണ്.
ക്ഷമിക്കണം. ശിവ ശിവ, അമ്പലക്കുളം അശുദ്ധമായല്ലോ. നിന്നെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം. രാമ, താൻ പോയി സമരപ്പന്തലിനടുത്ത് പോലീസുകാർ ഉണ്ടാവും, വിളിച്ചോണ്ട് വരിക. ചവിട്ടി കൂട്ടണ രണ്ടിനെയും. അയ്യോ അയ്യോ അമ്മ, അയ്യോ 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 അയ്യോ. തൊട്ടുപോകരുത്. ഇനി ഇവരുടെ മേൽ ഒരു പൊടി വീണാൽ ആ കൈ പിന്നെ ഒരു കാര്യത്തിനും ഉയരുകയില്ല, പറഞ്ഞേക്കാം. അല്ല, താൻ ആരാ? കണ്ടിട്ട് ഒരു അടി ലക്ഷമൊക്കെ ഉണ്ടല്ലോ. ഞാൻ മന്നത്ത് പത്മനാഭൻ. ഓ, കേട്ടിട്ടുണ്ട്. ആട്ടെ, താൻ നായന്മാരുടെ നേതാവാണ് എന്നാണല്ലോ കേട്ടിരിക്കുന്നത്. മാത്രമല്ല, താൻ നല്ലൊരു നമ്പൂതിരി സമ്പത്തിലുണ്ടായ സന്തതിയാണെന്നും കേട്ടിരിക്കുന്നു. താനൊക്കെ എന്ന് മുതൽക്കാണ് ഈ അധമജാതിക്കാരുടെ വക്കാലത്ത് പിടിക്കാൻ തുടങ്ങിയത്? തിരുമേനി കേട്ടത് ഒക്കെ സത്യമാണ്. പിന്നെ തിരുമേനി പറഞ്ഞ നമ്പൂരി സംബന്ധം, ആ പേരിലുള്ള ഒരു പരിഗണനയും എനിക്ക് ആവശ്യമില്ല. ഇന്ന് അതൊരു ഭാരമായിട്ടാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. നിങ്ങളെപ്പോലുള്ളവരുടെ അധമ വാഴ്ചയുടെ കാലമൊക്കെ കഴിഞ്ഞു തിരുമേനി. ഇനി വരാൻ പോകുന്നത് സമത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും കൊടുങ്കാറ്റാണ്. ആ കൊടുങ്കാറ്റിൽ നിങ്ങളെപ്പോലുള്ള ദുഷ്ടമരങ്ങളൊക്കെ പിഴുതെറിയപ്പെടും. വാ പോകാം. ഇവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. ഇൻസ്പെക്ടറെ, തന്നെ പോലെ പല തൊപ്പിക്കാരെയും ഞാൻ നിലയ്ക്ക് നിർത്തിയവനാണ്. എന്നോട് കളി വേണ്ട. ഇവർ എന്ത് തെറ്റാണ് ചെയ്തത്? ഇവർക്കെതിരെ എന്ത് തെളിവാണ് താങ്കളുടെ പക്കലുള്ളത്? ഇവർ കുളം അശുദ്ധമാക്കി. തിരുമേനി കണ്ടോ? കണ്ടോന്ന് ചോദിച്ചാൽ ഇവർ കുളക്കരയിൽ നിൽക്കുന്നതാണ് നാം കണ്ടത്. സ്വാഭാവികമായി കുളത്തിൽ ഇറങ്ങിയിരിക്കുമല്ലോ. തിരുമേനി കാണാത്ത കാര്യങ്ങൾ തെളിവായി എടുക്കില്ല എന്ന് താങ്കൾക്കറിയില്ലേ? പിന്നെ ഇവർക്ക് വേണ്ടി വാദിക്കാൻ ആരും ഉണ്ടാവാറില്ല എന്ന ധൈര്യത്തിലാണ് തിരുമേനി പറയുന്നതെങ്കിൽ എനിക്ക് ആ വക്കീൽ കുപ്പായം ഒന്നുകൂടി ധരിക്കേണ്ടി വരും. അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല. ഇതിലെ നടന്നുപോയ ഇവർ കുളത്തിനടുത്ത് എത്തിയപ്പോൾ കുറച്ചു നേരം കുളക്കരയിൽ വിശ്രമിച്ചു. അപ്പോൾ അതിലെ വന്ന താങ്കൾ തെറ്റിദ്ധരിച്ച് ഇവർക്കെതിരെ കുറ്റാരോപണം നടത്തി. ഇവരെ മർദ്ദിച്ച് അവശരാക്കി. തെളിവിനായി ഇവരുടെ മേൽ കുറെ വെള്ളവും കോരി ഒഴിച്ചു. എന്താ, വാദിക്കാൻ തയ്യാറുണ്ടോ? കയ്യിന്ന് കുറച്ച് ചിക്കിലി ഇറക്കേണ്ടി വരും. വേണ്ട വേണ്ട, കേസുമില്ല കൂട്ടവുമില്ല. ഇല്ലത്ത് അസാരം പ്രസംഗങ്ങളൊക്കെ ഉണ്ട്, നോം ഒന്നിനുമില്ല. അപ്പോൾ എങ്ങനെയാ തിരുമേനി? എനിക്കിവരെ കൊണ്ടുപോകാമല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ നാരായണൻ ഉണ്ണി. അതിന് ഞാൻ ഒരു പത്രപ്രവർത്തകനാണ്. എന്നോട് ഇവിടെ വന്ന് കാണാൻ പറഞ്ഞിരുന്നു. ആര് പറഞ്ഞു? അത് നിങ്ങൾക്കല്ലേ അറിയൂ. എന്നോട് വരാൻ പറഞ്ഞു, വന്നു. ഇനി നിങ്ങളാണ് പറയേണ്ടത് എന്നെ എന്തിനാണ് വിളിപ്പിച്ചതെന്ന്. നമസ്കാരം സാർ. അങ്ങ് വന്നത് ഞാൻ അറിഞ്ഞില്ല. ഈ പോലീസുകാർക്ക് ഒന്നും ഒരു വിവരവും ഇല്ല. അങ്ങേക്ക് തിരുവുള്ളക്കേടൊന്നും ഉണ്ടാവരുത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എനിക്ക് പോവാൻ തിരക്കുണ്ട്. ഉണ്ടാവുമല്ലോ, വലിയ പത്രപ്രവർത്തകനല്ലേ, തിരക്കുണ്ടാവുമല്ലോ. വിരോധമില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കാം. അയ്യോ, എന്തെങ്കിലും പറ്റിയോ അങ്ങുന്നേ? അടിതെറ്റിയാൽ ആനയും വീഴും എന്നാണല്ലോ പ്രമാണം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? അയ്യോ, ഞങ്ങൾക്ക് അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടോ? അങ്ങനെ അങ്ങ് പോയാലോ? ഇവിടെ ഇരിക്കേ, പോയിട്ട് ഒരുപാട് എഴുതാനുണ്ടാവുമല്ലേ. ഈ കൈ കൊണ്ടായിരിക്കും അങ്ങൊന്ന് എഴുതുന്നത്. അയ്യോ, ഗോപാലപിള്ളേ,
ഈ സാറിനെ അറിയില്ലേ? വലിയ എഴുത്തുകാരനാണ്. അയ്യോ, ഇദ്ദേഹത്തെ അറിയാത്തവരുണ്ടോ? മന്നത്ത് പത്മനാഭനെയും വൈക്കം സത്യാഗ്രഹത്തെയും കുറിച്ച് ഘോരഘോരം പത്രത്തിൽ എഴുതുന്നത് ഇദ്ദേഹമല്ലേ? ആ, അത് തന്നെ. അപ്പോ നമുക്ക് ഇദ്ദേഹത്തിന് ഒരു പാരിതോഷികം കൊടുക്കണ്ടേ? നമ്മുടെ സുഖചികിത്സ ആയാലോ? ഗോപാലപിള്ളേ, ആദ്യം ഒരു ഉഴിച്ചിൽ അവന്റെ കുപ്പായ ഊരി മാറ്റുക. എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അയ്യോ അയ്യോ, അമ്മേ, അയ്യോ. ഇതിനെല്ലാം നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അടിച്ചോ, അടിക്ക്, എത്ര വേണമെങ്കിലും അടിച്ചോ. വിഷലിപ്തമായ നിങ്ങൾ മേലാളന്മാരുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടട്ടെ. അടിക്കോ. പിള്ളേ, ആ പച്ചയിർക്കൽ ഇങ്ങോട്ട് എടുക്കുക. ചെറിയൊരു പണിയുണ്ട്. നിർത്തുക. എന്താണ് ഇയാൾ ചെയ്ത കുറ്റം? എന്തിനാണ് ഇയാൾ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? അയ്യോ, ഇത് ആരാണ്? മന്നത്ത് പത്മനാഭനല്ലേ? കേട്ടിട്ടില്ലേ ഗോപാലപിള്ളേ? നായന്മാരുടെ നേതാവാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ക്യാപ്റ്റൻ അല്ലയോ? ഞങ്ങള് അങ്ങയെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. പിന്നെ നായന്മാരുടെ നേതാവിന് പോലീസ് സ്റ്റേഷൻ അത്ര പരിചയം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? ഇൻസ്പെക്ടറെ, നിങ്ങൾ സൂക്ഷിച്ചോ. ഇതൊരു ജനകീയ മുന്നേറ്റമാണ്. അടിമത്തത്തിനെതിരെ, അന്യായത്തിനെതിരെ, തൊട്ടുകൂടായ്മയ്ക്കെതിരെ. ഇതിനെ നിങ്ങളുടെ ലാത്തി കൊണ്ടോ മർക്കട മുഷ്ടി കൊണ്ടോ അടിച്ചമർത്താമെന്ന വ്യാമോഹമാണ് മനസ്സിലെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. തന്റെ മൈതാന പ്രസംഗം ഒന്നും ഇവിടെ വേണ്ട. ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് കുറച്ചാൽ താൻ വിവരം അറിയും. പറഞ്ഞേക്കാം. ഗോപാലപിള്ളേ, ഈ ഇൻസ്പെക്ടർ പുറംനാട്ടുകാരനായിരിക്കും. എന്നാൽ പിള്ളയുടെ നാടും കുടുംബവും ഒക്കെ ഇവിടെ തന്നെ അല്ലേ? വെറുതെ ഒരു നായരുടെ വീട് ഞാനായിട്ട് നശിപ്പിച്ചു എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഇൻസ്പെക്ടറെ മാനെ, തന്നെ ഞാൻ പണ്ടേ നോട്ടമിട്ടതാണ്. താനല്ലേ കഴിഞ്ഞ ദിവസം കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന സത്യാഗ്രഹികളെ മർദ്ദിച്ചത്? മാത്രമല്ല തൻ്റെ ചില ഒളിസേവകളും ചുറ്റിക്കളികളും ഒക്കെ ഞാൻ അറിയുന്നുണ്ട്. തൻ്റെ വീരശൂര പരാക്രമങ്ങളൊക്കെ അവിടെ മതി. ഇനി സത്യാഗ്രഹികളുടെ മേൽ തൻ്റെയോ തൻ്റെ ഏറാൻ മൂളികളുടെയോ നിഴൽ പോലും പെട്ടു എന്ന് ഞാൻ അറിഞ്ഞാൽ അന്ന് താൻ ഈ മന്നത്ത് പത്മനാഭന്റെ തനി സ്വരൂപം അറിയും. എടോ ഗോപാലപിള്ളേ, ഇദ്ദേഹം തനിസ്വരൂപം കാണിക്കാൻ വന്നതാ. അപ്പോ നമുക്ക് ഇദ്ദേഹത്തിന് ഒരു പാരിതോഷികം കൊടുക്കണ്ടേ? അത് പിന്നെ പറയണ എമ്മാനെ. എടോ ഇൻസ്പെക്ടറെ, അതിനു മുൻപ് താൻ എന്റെ പിൽക്കാലം ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. താൻ വെളിയിലേക്കൊന്ന് നോക്ക്. തൻ്റെ ഈ സ്റ്റേഷൻ ഞങ്ങൾ വളഞ്ഞിരിക്കുകയാണ്. ഇവിടെ കിടന്ന് വെളിച്ചിലെടുത്താൽ താനും തൻ്റെ ഏറാൻ മൂളികളും തൻ്റെ ഈ പത്തായപ്പുരയും നിന്ന് കത്തും. കത്തിക്കും ഈ പത്മനാഭൻ. ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ വാ, നോക്കാം. വന്ദേ മാതരം സഹോദര. കരയുന്നവന് ജീവിക്കാനുള്ള ലോകമല്ല ഇത്. പൗരുഷത്തോടെ കാര്യം പറയുന്ന ധൈര്യശാലികൾക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ മാർഗമുള്ളൂ എന്ന് താങ്കൾ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. വരൂ, നമുക്കെല്ലാം ഒന്നിച്ച് ഒരുമിച്ച് അന്യായത്തിനും അനീതിക്കുമെതിരെ പടപൊരുതാം. വന്ദേ മാതരം. വന്ദേ മാതരം. സഹചരി സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്കു പോകലാം. വരിക വരിക സഹചരി സഹന സമര സമയമായി